ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട്. അങ്ങനെ നട്ടുച്ച ടൈമിലാട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത്. ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നല്ല ചൂട് ചോറും ബീഫ് റോസ്റ്റും ചീരത്തോരനും ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് സ്കൂളിൽ ആനുവൽ ഡേക്ക് പോകാനായിട്ട് ഇറങ്ങി 3:30 മണിക്കാട്ടോ സ്കൂളിൽ പ്രോഗ്രാം തുടങ്ങുന്നത്. അപ്പോൾ 2 മണിക്ക് സ്കൂളിൽ എത്തണമെന്ന് പറഞ്ഞ് സ്കൂൾ ഇവിടെ അടുത്താട്ടോ. അപ്പോൾ ഒരു 1:45 ആ ടൈമിനൊക്കെ ഇറങ്ങിയാൽ മതി. പുറത്താണെങ്കിൽ നോക്കാൻ വയ്യാത്ത രീതിയിൽ നല്ല സൂപ്പർ വെയിലാണ്. മൾബറിക്ക് പഴുത്തിക്കണുണ്ട്. അപ്പൊ അതൊക്കെ പറിച്ചതാ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഞാനും ഉമ്മായും സിസും നച്ചും കൂടെ കേട്ടോ പോയത്. അങ്ങനെ ഇതാ ടൗൺ എത്തിയിട്ടുണ്ട്. ഓട്ടോയ്ക്കാട്ടോ പോകുന്നത്. എന്നും പോണ റോഡ് പണി നടക്കണോണ്ട് കുറച്ച് വളഞ്ഞും തിരിഞ്ഞുള്ള റോഡ് വഴിയാട്ടോ പോണത്. കല്ലും മുള്ളും കാടൊക്കെ താണ്ടി ഇതാ സ്കൂൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ. നച്ചുവിന്റെ ഡാൻസ് ഇതാട്ടോ. അപ്പോൾ സോങ് ഇതിൻ്റെ അകത്ത് ആഡാക്കാൻ പറ്റില്ല കേട്ടോ. നല്ല മഴയും ചൂട് ചായയും. എങ്ങനെയുണ്ട്? ചായക്ക് കുടിച്ച് കഴിഞ്ഞ് കുറേ നേരം റെസ്റ്റ് ചെയ്തു. അപ്പൊ ദാ നേരം പരപരാ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്തരീക്ഷം കണ്ട മഴ പെയ്ത യാതൊരു മട്ടുമില്ല. ഈ പെയ്ത മഴയൊക്കെ എങ്ങോട്ടാവോ പോയത്. അങ്ങനെ ഫുഡിന്റെ ടൈം ആയിട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വിളിച്ചു. ഫുഡ് ടൈം ആയാൽ പിന്നെ നമ്മൾ വെച്ച് താമസിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതങ്ങോട്ട് കഴിക്കണം. ഇതാട്ടോ ഫുഡ്. കപ്പയുണ്ട്, സാലഡ് ഉണ്ട്, പപ്പടം ഉണ്ട്, ചിക്കൻ കറിയുണ്ട്, അപ്പം ഉണ്ട്, ബറോട്ട ഉണ്ട്, പിന്നെ റൈസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം സമയം എടുത്ത് കഴിച്ച് തീർക്കണം. കഴിച്ചു കഴിഞ്ഞു ഒരു ഐസ്ക്രീം കൂടെ ആകുമ്പോൾ റാഹത്തായി. പിന്നെ നമ്മൾ അവിടെ നേരെ വീട്ടിലേക്ക് തിരിച്ചു. വന്ന് റെസ്റ്റൊക്കെ എടുത്തു. പിറ്റേ ദിവസം ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ സാറ്റർഡേ ആണ് സ്കൂളിലെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കണ്ടത്. ഇത് പിറ്റേ ദിവസം സൺഡേ ആയിട്ടുണ്ട്. അപ്പോൾ ഞായറാഴ്ചയും ഉച്ച കഴിഞ്ഞാട്ടോ പുറത്ത് പോകുന്നത്. അപ്പോൾ ഞായറാഴ്ചയായി ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകണമല്ലോ. അപ്പോൾ ദാ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. പോകുന്നത് നേരെ കോവളത്തോട്ടാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ചായ ടൈം ആയിട്ടുണ്ടായിരുന്നു. ചായ കുടിക്കുന്നൊരു മോഹം തോന്നി. അങ്ങനെ നേരെ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചിക്കൻ സമൂസയും പഴംപൊരി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ കൂടെ ചായ. അതാണല്ലോ മെയിൻ.
അങ്ങനെ നമ്മൾ കോവളത്തെത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇതാ അങ്ങോട്ട് പോകാട്ടോ. ചെറിയൊരു മഴക്കോളുണ്ട്, അപ്പം മഴ പെയ്യുമായിരിക്കും. മുമ്പൊക്കെ വരുമ്പോൾ ഇത്രയും തിരക്കില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. സൺഡേ അല്ലേ, അപ്പോൾ അതിൻ്റെ ആ പാർക്കിങ്ങിൻ്റെ അടുത്തുനിന്ന് കുറച്ച് നടക്കാണ്ടായിരുന്നു. അപ്പം നമുക്ക് കോവളത്തെ കാഴ്ചകളൊക്കെ കണ്ടാലോ. ഉപ്പിലിട്ടത് എവിടെ കണ്ടാലും വാങ്ങും. അപ്പോൾ ഇന്ന് വാങ്ങിയത് ജാമ്പയ്ക്ക് ഉപ്പിലിട്ടതും പുറത്തിച്ചക്ക ഉപ്പിലിട്ടതും. നമ്മുടെ നാട്ടിൽ പൈനാപ്പിളിന് പുറത്തിച്ചക്ക എന്നാട്ടോ പറയാറ്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഉപ്പിലിട്ടതിന്. പിന്നെ ടേസ്റ്റ് കൂടുതലാണല്ലോ. പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചിട്ടുണ്ട്. അപ്പം നല്ല വിശക്കാനും തുടങ്ങി. ഇവിടെ ചെന്നാൽ ലാസ്റ്റ് മന്തിക്കടയുടെ മുമ്പിലായിരിക്കും വണ്ടി സ്റ്റോപ്പ് ആവുന്നത്. അതൊരു ശീലമായി പോയി എന്ന് പറയാം. ഇന്നും അതുപോലെ തന്നെ. കാത്തിരിപ്പിന് ശേഷം ദാ മന്തി എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഒരു അംഗാട്ടോ ഇവിടെ ഇനി നടക്കാൻ പോകുന്നത്. അപ്പം നമുക്കിത് സമയം എടുത്ത് കഴിച്ചു തീർന്നിട്ട് കാണാമേ. കൂട്ടത്ത് റൊമാലി റൊട്ടിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ വയറും മനസ്സുമൊക്കെ നിറഞ്ഞു. ഇനി നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.